അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. വല്ലാത്തൊരു ഫിത്നയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദീനിനെ തകർക്കുന്ന, പരലോകം ഇല്ലാതാക്കുന്ന ഫിത്നകൾ മലവെള്ളപ്പാച്ചിൽ പോലെ വന്നുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും ദുനിയാവിൻ്റെ രസങ്ങളും അതിൻ്റെ ഹരങ്ങളും ദുനിയാവിൻ്റെ ആളുകളായി ജീവിച്ച് പരലോകം പാടേ മറക്കുന്ന അവസ്ഥ മുസ്ലിം സമുദായത്തിൽ, നമ്മുടെ യുവാക്കളിൽ, യുവതികളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാദിറു ബിൽ അഅമാലി ഫിത്നൻ കഖിതാഇൽ ലൈലിൽ മുദ്ലിം യുസ്ബിഹു റജുൽ മുഅ്മിനൻ വയുംസി കാഫിറ. വല്ലാത്ത, ഒരിക്കലും പിടിച്ചു നിർത്താൻ പറ്റാത്ത പേമാരി പോലെ വല്ലാത്ത ഫിത്ന നിങ്ങളെ പിടിച്ച് കുലുക്കുന്നതിന് മുമ്പായി, നിങ്ങളെ തകർക്കുന്നതിന് മുമ്പായി നിങ്ങൾ അമൽ സ്വാലിഹത്തുകളുമായി കൊണ്ട് നിങ്ങൾ മുന്നേറണം. രാവിലെ മുഅ്മിനായൊരു മനുഷ്യൻ വൈകുന്നേരമാകുമ്പോഴേക്ക് കാഫിറായിട്ടുണ്ടാകും. വൈകുന്നേരം മുഅ്മിനായിരുന്നൊരു മനുഷ്യൻ രാവിലെ ആകുമ്പോൾ തന്നെ കാഫിറായി പോയിട്ടുണ്ടാവും. അങ്ങനത്തെ ഫിത്നകൾ. ഒരു ഭാഗത്ത് ഷിർക്കും കുഫറും അതേപോലെ തന്നെ നമ്മുടെ വിശ്വാസവും എല്ലാം തകർക്കുന്ന യുക്തിവാദ പ്രവണതകളും, അതേപോലെ തന്നെ ദീനിനെ തകർക്കുന്ന, ദീനിനെ സംശയത്തോടുകൂടി നോക്കുന്ന പ്രവണതകൾ, അതിൽ ആളുകളായി അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ലിബറലിസം, ആദ്യം പറഞ്ഞതിൻ്റെ മറ്റൊരു ഒരു തലം തന്നെയാണ് ഈ ലിബറൽ ലോകത്ത്. അതിൻ്റെ കളി, അതിൻ്റെ രസങ്ങളും അതിൻ്റെ ഹരങ്ങളും ജീവിതം കളറാക്കി വൈബാക്കി ജീവിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഈ LGBT പോലെയുള്ള കുത്തഴിഞ്ഞ ലൈംഗികതയും തോന്നിവാസങ്ങളും ആഭാസങ്ങളും. എന്നാൽ ഇതൊക്കെ ഒഴിവാക്കി ജീവിക്കുന്ന ആളുകൾ തന്നെ വെറും ദുനിയാവിൻ്റെ ചിന്ത, ദുനിയാവിൻ്റെ പഠനം, ദുനിയാവിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ചർച്ച, ദുനിയാവെന്ന ലഹരി. ഇവിടെ നമുക്ക് ചെയ്യാനാകുന്നത് ഇതിനൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് കൃത്യമായ കാഴ്ചപ്പാടും ദിശാബോധവും ഉമ്മത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് മലയാളക്കരയിൽ ഇന്ന് ഈ വിഷയങ്ങളെല്ലാം കൃത്യമായ ദീനിൻ്റെ അടിസ്ഥാനത്തിൽ സലഫ് സ്വാലിഹികൾ കൃത്യമായി ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത പോലെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്ന വാരികയാണ്, നമ്മുടെ സംവിധാനമാണ് നേർപ്പദം വാരിക. അതുകൊണ്ട് തന്നെ ഇത്രയധികം വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ എന്തെല്ലാമാണോ ഇന്ന് നമ്മളൊക്കെ അനുഭവിക്കുന്ന, നമ്മുടെ സമൂഹം, നമ്മുടെ തലമുറ അനുഭവിക്കുന്ന ബൗദ്ധിക രംഗത്തുള്ള പ്രശ്നങ്ങൾ, അതിലെന്തെല്ലാം കാഴ്ചപ്പാടുകൾ നമ്മൾ രൂപീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതെല്ലാം കൃത്യമായി ഓരോ ആഴ്ചയിലും ചർച്ച ചെയ്ത് നമ്മുടെ മുമ്പിലെത്തുകയാണ്. അതുകൊണ്ട് വായിക്കുക, പഠിക്കുക. ദീനി ഏറെ പ്രാധാന്യം വായനക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. ഇതെല്ലാം വായിക്കാനും പഠിക്കാനും നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, രണ്ടാമത്തെ ഒരു കാര്യം, ദീനിൻ്റെ ദഅവത്ത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ദഅവത്തിൽ നിന്നും മാറി നിന്നിട്ടുണ്ടെങ്കിൽ അവർ നശിച്ച ആളുകളാണ്, അവർ പരാജയപ്പെട്ട ആളുകളാണ്. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് പഠിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സുഹൃത്തുക്കളിലേക്ക്, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽവാസികൾ, നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ഒക്കെ ഈ വാരിക, നേർപ്പദം വാരിക, ഇത് പരിചയപ്പെടുത്താനും ഇത് വരി ചേർക്കാനും നമ്മൾ സ്വന്തമായി വായിക്കാനും ജനങ്ങളെ കൊണ്ട് വായിപ്പിക്കാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഇത് നമ്മുടെ ദഅവത്തിൻ്റെ ഒരു ഉത്തരവാദിത്തം ഒരു പരിധിവരെ നിർവഹിക്കാൻ കൂടി നമുക്ക് സാധിക്കും. അതുകൊണ്ട് കൂടുതൽ പഠിക്കാനും പഠിപ്പിക്കാനും മനസ്സിലാക്കിപ്പിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക. ഈ നേർപ്പദത്തിൻ്റെ പ്രചാരണ മാസമായ ഈ സമയത്ത് കൂടുതൽ ഇത് പ്രചരിപ്പിക്കാൻ, അള്ളാഹുവിൻ്റെ ദീൻ എത്തിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. ഓരോ മുസ്ലിമിനും ഓരോ മുസ്ലിമത്തിനും ഇൽമ കരസ്ഥമാക്കുക എന്നുള്ള നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ദീൻ പഠിക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.